നമസ്കാരം സുഹൃത്തുക്കളെ, ഒരു യാത്രയിലാണ്, ഒരു തീർത്ഥാടന യാത്ര. മൂകാംബികയ്ക്കൊരു ട്രിപ്പ് ഉണ്ട്. അത് പുനലൂരിൽ നിന്നാണ് ആളിനെടുക്കുന്നത്. ഞാനിപ്പം കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൻ്റെ പരിസരത്താണ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ക്ഷേത്രക്കുളമാണ്. ഞാനിവിടെ നോക്കിയപ്പോഴേ നമ്മുടെ ഈ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൻ്റെ ക്ഷേത്രക്കുളം വളരെയധികം വൃത്തിയായിട്ടാണ് കിടക്കുന്നത്. ഒരു പ്ലാസ്റ്റിക് കുപ്പിയോ ഒരു ബോട്ടിലോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവറോ ഒരു മാലിന്യവും ഇല്ലാത്ത രീതിയിൽ വളരെയധികം വൃത്തിയോടുകൂടിയാണ് അവരത് പരിപാലിച്ച് വരുന്നത്. അതിന് ക്ഷേത്ര പരിപാലന സമിതിക്ക് ഒരു കൈ കൊടുക്കണം കേട്ടോ. വളരെയധികം വൃത്തിയോടുകൂടിയാണ് അത് അവർ കാത്തു സൂക്ഷിച്ച് വരുന്നത്. അതാണ്ട് നമ്മുടെ വണ്ടി ജോസും ഉണ്ട് കേട്ടോ. ഞങ്ങൾ രണ്ടുപേരാണ് പോകുന്നത്. ക്ഷേത്രത്തിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ആ കുളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടി പ്രത്യേകം പടികളുണ്ട്. പിന്നെ ആ പടി ഇറങ്ങി വരുന്ന ഭാഗത്ത് ഒരു നെറ്റ് കെട്ടി വെച്ചിട്ടുണ്ട്, പ്ലാസ്റ്റിക്കിൻ്റെ ഒരു നെറ്റ് കെട്ടി വെച്ചിട്ടുണ്ട്. അന്നേരം അഥവാ അവിടെ കാണാൻ എന്തെങ്കിലും ഒരു വേസ്റ്റ് അവിടെ വീണ് കഴിഞ്ഞാൽ ഒഴുകി നടുക്കോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്, അഥവാ എന്തെങ്കിലും ഒരു മാലിന്യങ്ങൾ അവിടെ വീഴുകയാണെങ്കിൽ അത് അവിടെ നിന്ന് തന്നെ പറക്കിയെടുക്കത്തക്ക രീതിയിൽ അവരത് ക്രമീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ കുളത്തിൻ്റെ സെൻട്രൽ ഭാഗത്ത് നടുഭാഗത്തൊന്നും ഒരുപാട് വേസ്റ്റുകളൊന്നും വന്ന് കിടക്കാത്ത രീതിയിൽ അവർ ക്രമീകരിച്ചിട്ടുണ്ട്. അതൊക്കെ ഒരു വ്യത്യസ്തമായ കാഴ്ചയാണ്. ഇങ്ങനെ വേണം ഇത് പ്രോത്സാഹിപ്പിക്കണം. ഇത് മാതൃകാപരമാണ്. എല്ലാവരിലും എത്തിക്കുക. അപ്പോൾ ഈ യാത്രയുടെ മറ്റു വിശേഷങ്ങൾ ഉണ്ടായിരിക്കും. പേജ് ഫോളോ ചെയ്യുക. ഇപ്പോൾ യാത്ര ആരംഭിക്കുകയാണ്. ഞങ്ങളിനി ഇവിടുന്ന് മൂകാംബികയ്ക്ക് പോവുകയാണ്.